പതാക നോക്കി സല്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ മരുന്ന് തരില്ല എന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ഒരു മധുര പ്രതികാരം നടത്തുകയാണ് ഒരു ഡോക്ടർ. വിഷയം ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന വാർത്തകൾ അതീവ ദുഃഖകരമായിട്ടുള്ള വാർത്തകളാണ്. പല ഹിന്ദു ക്ഷേത്രങ്ങളും ഹിന്ദുക്കൾക്ക് നേരെയും ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും ഈ ഇസ്കോണിനെ പ്രതിനിധീകരിക്കുന്ന ചില സന്യാസി സമൂഹങ്ങൾക്ക് നേരെ അവരെ അറസ്റ്റ് ചെയ്യുന്നു തുടങ്ങിയ വാർത്തകളാണ് വരുന്നത്. അതിന് പിന്നാലെ ഇന്ത്യയെ അവഹേളിക്കുന്ന ഇന്ത്യൻ പതാകയെ, ത്രിവർണ്ണ പതാകയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളും ബംഗ്ലാദേശികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ പ്രതികരണം വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഇന്ത്യൻ പതാകയെ പ്രക്ഷോഭങ്ങൾക്കിടയിൽ, സമരത്തിനിടയിൽ ഇന്ത്യൻ പതാകയെ നിലത്തിട്ട് ചവിട്ടുന്ന ദൃശ്യങ്ങൾ, ബംഗ്ലാദേശി പൗരന്മാർ ചവിട്ടുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. വളരെ ദുഃഖം, നമുക്കെല്ലാവർക്കും അങ്ങേയറ്റം ദുഃഖം തോന്നുന്നൊരു കാര്യമാണ്. ഇതിൽ മനം നൊന്ത് ബംഗാളിലെ ഒരു ഡോക്ടർ, അതായത് അതിർത്തി ഗ്രാമത്തിലെ ഒരു ഡോക്ടർ, സിലിഗുരി എന്ന് പറയുന്ന സ്ഥലത്തെ ഡോക്ടർ ശേഖർ ബന്ദോപാധ്യായ, അദ്ദേഹം അവിടെ ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ട്, ഒരു ചെറിയ ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ബംഗ്ലാദേശിൽ അതിർത്തി പ്രദേശത്തൊന്നും വലിയ വികസനമൊന്നുമില്ല. അവിടെ നല്ല ആശുപത്രിയും ചികിത്സയും ഒന്നും കിട്ടില്ല. നല്ല ആശുപത്രിയില്ല, നല്ല ഡോക്ടർമാരില്ല. അപ്പോൾ ഈ അതിർത്തി കടന്ന ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരും ചികിത്സിക്കാൻ വേണ്ടി. ഗ്രാമമായതുകൊണ്ട് അടുത്തേക്ക് വരും. അപ്പോൾ അത് വലിയ കുഴപ്പമില്ല. നമ്മൾ സൗഹൃദ രാഷ്ട്രമായതുകൊണ്ട് ആരും ഇവരെ തടയുകയൊന്നും ചെയ്യില്ല. കാരണം ഈ ബംഗ്ലാദേശിൽ കൂടെ തന്നെ നമ്മൾ യാത്ര ചെയ്ത് അപ്പുറത്തേക്ക് നമ്മുടെ ഇതിലേക്ക് പോകുന്നുണ്ട്, ത്രിപുരയിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇവർ വന്നാലും നമ്മൾ വലിയ തടസ്സങ്ങളൊന്നും പറയാറില്ല. അങ്ങനെ ഇവർ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ, ക്ലിനിക്കിൻ്റെ മുമ്പിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് ഇതാണ്: വരുന്നവർ അവിടെ ഇന്ത്യൻ പതാക ഉയർത്തിയിട്ടുണ്ട്. ഈ പതാകയെ വന്ദിച്ചതിന് ശേഷം മാത്രം അകത്തേക്ക് കയറിയാൽ മതി, എങ്കിലേ ചികിത്സയുള്ളൂ. അപ്പോൾ ഈ ഡോക്ടറുടെ അടുത്ത് എല്ലാവരും ചോദിച്ചു, എന്താണ് താങ്കൾ ഇങ്ങനൊരു നിലപാടെടുക്കാൻ കാര്യം? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാനൊരു ഡോക്ടറാണ്, രോഗത്തിന് ചികിത്സ നൽകുന്നവനാണ്. രോഗികൾ വന്നാൽ ഒരു മടിയും കൂടാതെ ചികിത്സിക്കാൻ ഞാൻ തയ്യാറുമാണ്. പക്ഷേ അതിലുപരി ഞാനൊരു ഇന്ത്യക്കാരൻ കൂടിയാണ്. അങ്ങനെ തൻ്റെ ക്ലിനിക്കിലേക്ക് വരുന്നവർ ആ ഇന്ത്യൻ പതാകയെ വന്ദിച്ച് ക്ലിനിക്കിലേക്ക് പ്രവേശിക്കാം. ഇതാണ് അദ്ദേഹം പറയുന്നത്. അതായത് അവിടെ സംഘർഷം നടന്നപ്പോൾ വലിയ തോതിൽ ഇന്ത്യൻ പതാകയെ അപമാനിച്ചു, അതിനെ അവഹേളിച്ചു, വളരെ നീചമായ രീതിയിൽ നിലത്തിട്ട് ചവിട്ടി. ഇതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയാണ്. ഇന്ന് ലോകം മുഴുവൻ ഇത് കാണുകയാണ്. അപ്പോൾ ഞാനൊരു ഡോക്ടറാണെങ്കിലും ഒരു ഇന്ത്യക്കാരനും കൂടിയാണ്. എൻ്റെ രാജ്യത്തെ, എൻ്റെ ദേശീയ പതാകയെ അപമാനിക്കുന്നത് ഞാൻ സഹിക്കില്ല എന്നാണ് ശേഖർ ബന്ദോപാധ്യായ പറയുന്നത്. അതിന് പകരം അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരോടും വഴക്കിനൊന്നുമില്ല, പക്ഷേ ബംഗ്ലാദേശികൾ ഈ അതിർത്തി കടന്ന് എൻ്റെ ക്ലിനിക്കിലേക്ക് ചികിത്സയ്ക്ക് വരുമ്പോൾ അവർ സിലിഗുരിയിലെത്തിയാൽ അവർ ഈ ക്ലിനിക്കിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ദേശീയ പതാകയെ വന്ദിക്കണം. വന്ദിച്ചിട്ട് അകത്തോട്ട് വരട്ടെ, ഞാൻ ചികിത്സിക്കാൻ തയ്യാറാണ്. ബംഗ്ലാദേശി പൗരന്മാരോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. ഇപ്പോൾ ഈ ധാക്കയിലെ ഹിന്ദു സന്യാസി ചിന്മോയ് കൃഷ്ണദാസ് അറസ്റ്റിലായി. അദ്ദേഹം എവിടെയാണെന്ന് പോലും അറിഞ്ഞുകൂടാ. പ്രക്ഷോഭം നടക്കുന്നു. രാജ്യത്തെല്ലാവരും അതിനെതിരെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ലോകം മുഴുവനും ഈ ഇസ്കോണിൻ്റെ ഒരു സന്യാസിയാണ് അദ്ദേഹം. അവർക്ക് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ പ്രവർത്തനമുള്ളതുകൊണ്ട് അവിടെ നിന്നെല്ലാം അതിന് എതിർപ്പ് വരുന്നു, പ്രതിഷേധം വരുന്നു. അപ്പോൾ ഞാനൊരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ബംഗ്ലാദേശികൾ വന്നാൽ ചികിത്സിക്കില്ല എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. ഞാൻ രോഗികളെ ചികിത്സിക്കാനാണ് ഞാൻ ഇരിക്കുന്നത്. ഒരു ഡോക്ടറുടെ കടമയാണത്. അതുകൊണ്ട് ഞാൻ ചികിത്സിക്കും. പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്, നിങ്ങൾ ദയവായി ഇന്ത്യൻ പതാകയെ വന്ദിച്ചിട്ട് ക്ലിനിക്കിനകത്തേക്ക് പ്രവേശിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ചികിത്സിക്കുകയുള്ളൂ. ഇത് അദ്ദേഹം പറയുകയാണ്, ഞാൻ രോഗികളെ നിരസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എൻ്റെ രാജ്യത്തേക്ക് വരുന്നവർ നമ്മുടെ പതാകയെ, നമ്മുടെ മാതൃരാജ്യത്തെ ബഹുമാനിക്കണം. വളരെ ലളിതമാണ്, ദേശസ്നേഹിയായ ഒരു മനുഷ്യൻ്റെ വാക്കുകളാണ്. അപ്പോൾ അദ്ദേഹം അതിനകത്ത് വേറെ ഇതൊന്നും പറയുന്നില്ല. പതാകയെ പ്രണാമം അർപ്പിക്കുക, പതാകയ്ക്ക് അകത്തേക്ക് കയറി വരിക. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ ചികിത്സിക്കില്ല. ഇത്രയേ അദ്ദേഹം പറയുന്നുള്ളൂ. അദ്ദേഹത്തിന് വേറെ യാതൊരു ഫീസ് കൂടുതൽ വേണ്ട, മറ്റ് ഇതൊന്നും അദ്ദേഹം ചോദിക്കുന്നില്ല. പക്ഷേ ഈ കാര്യം തീർച്ചയായിട്ടും ചെയ്യണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇത് സത്യത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ, ഇന്ത്യയിലെ ഭരണകൂടം അടക്കം ഈ ഡോക്ടറെ, അദ്ദേഹത്തിൻ്റെ ആ വികാരത്തെ മാനിക്കണം. നോക്കൂ, ഒരു ചെറിയ ഒരു ക്ലിനിക്കിലെ ഡോക്ടറാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം അവരെ ചികിത്സിക്കാൻ തയ്യാറാണ്. എൻ്റെ രാജ്യത്തേക്ക് വരുന്നവർ എൻ്റെ രാജ്യത്തെ ബഹുമാനിക്കണം, എൻ്റെ പതാകയെ ബഹുമാനിക്കണം, എൻ്റെ ദേശീയ പതാകയെ അംഗീകരിക്കണം. ഇത്രയേ ആ ഡോക്ടർ പറയുന്നുള്ളൂ. വളരെ ലളിതമാണ്.
നോക്കൂ, നമ്മൾ ബംഗ്ലാദേശുമായിട്ട് തികഞ്ഞ സൗഹൃദത്തിലാണ് ഭാരതം. നമുക്ക് അവരോട് വിദ്വേഷമോ വെറുപ്പോ ഒന്നുമില്ല. നമ്മുടെ ശത്രുരാജ്യ പട്ടികയിലല്ല അവർ പെടുന്നത്. പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ ധാരാളം നടക്കുന്നു. ബംഗ്ലാദേശ് എന്നത് ഒരു ദരിദ്ര രാഷ്ട്രമാണ്. ആ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ, അവിടെ നല്ല ചികിത്സ പോലും ഈ അതിർത്തി ഗ്രാമങ്ങളിൽ കിട്ടുന്നില്ല. അവർക്ക് ചികിത്സിക്കണമെങ്കിൽ ഇന്ത്യയിലേക്ക് വരണം. ഈ ധാക്കയിൽ പോലും നല്ല മികച്ച ആശുപത്രികളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. അവർ പലപ്പോഴും കൂടിയ ചികിത്സയ്ക്ക്, മികച്ച ചികിത്സയ്ക്ക് ഇന്ത്യയിലേക്കാണ് വരുന്നത്, കൽക്കട്ട പോലെയുള്ള സ്ഥലങ്ങളിലേക്കാണ് വരുന്നത്. ഇപ്പം മമതാ ബാനർജി തന്നെ പറയുന്നു, വലിയ തോതിൽ അവിടെ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. ഒരുപാട് പേര് അവിടെ ബംഗ്ലാദേശ് ഉപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് കൂട്ടപലായനം ചെയ്യുന്നു. ഞങ്ങൾ എന്ത് ചെയ്യും? ഇവരെ എങ്ങനെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും? ബംഗാൾ ഒരു ചെറിയ സംസ്ഥാനമാണ്, ബംഗാളിലും വലിയ വിഭവങ്ങളൊന്നുമില്ല. കേന്ദ്ര സർക്കാർ സഹായിക്കണം, അടിയന്തരമായിട്ട് ഇതിൽ ഇടപെടണം എന്നൊക്കെ മമതയും ആവശ്യപ്പെടുന്നു. അപ്പോൾ ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ എത്ര മോശമാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇന്ത്യയിലെ ഒരു ഡോക്ടർ സ്വീകരിച്ച ഈ നയം തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെന്റിന്റെയും കൂടി കണ്ണു തുറപ്പിക്കേണ്ടതാണ്. എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കേണ്ടതാണ്. ഈ ചിന്മോയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം സെഡിഷൻ കേസിലാണ് അയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ബംഗ്ലാദേശിന്റെ പതാകക്ക് മുകളിൽ കാവിക്കൊടി ഉയർത്തി എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് കുറേ അധികം സന്യാസിമാരെയും അറസ്റ്റ് ചെയ്തു. അപ്പം ഇയാൾക്ക് ബെയിൽ നിഷേധിച്ചതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രതിഷേധങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഈ ബംഗ്ലാദേശി ഫ്ലാഗും ഇന്ത്യക്കാർ നശിപ്പിച്ചതായിട്ട് വിവരങ്ങൾ വരുന്നുണ്ട്. അതിനെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടക്കം അതിൽ അപലപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ രണ്ട് ഭാഗത്തു നിന്നും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണോ? അല്ല, ഇതിപ്പോൾ രണ്ട് ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ എത്രയുണ്ടെന്ന് നമുക്കറിയാം. വളരെ കുറവാണ് അല്ലേ? അവർ എന്താ പറയണ്ടേ, ഭൂരിപക്ഷത്തെ വെച്ച് നോക്കുമ്പോൾ തുലവും കുറവാണ്. അവർ ഒരു സമരത്തിനിടയ്ക്ക് ആരുടെയെങ്കിലും ഈ വൈകാരികമായ ഒരു പ്രതികരണം അതിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കാവിക്കൊടി ഇതിന് മുകളിൽ ഉയർത്തി എന്നാണ് അവർ പറയുന്നത്. ആ കുറ്റം അദ്ദേഹം ചെയ്തോ ഇല്ലയോ എന്ന് പോലും ഉറപ്പില്ല. വ്യക്തമായ തെളിവുകളുണ്ടോ? പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ തന്നെ നിയമപരമായ നടപടികൾ എടുക്കാമല്ലോ അദ്ദേഹത്തിനെതിരെ. ഇതൊരു ജാമ്യം കിട്ടാത്ത കുറ്റമാണോ? അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇത്ര ക്രൂരമായി തടവിൽ പാർപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് കൂടുതലും അവിടുത്തെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ, ഹിന്ദുക്കളെ ഒക്കെ പ്രകോപിപ്പിക്കാനല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. ആ പ്രകോപനത്തിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ ചിലപ്പോൾ അതിന് വിട്ടുപോകും. ഒന്ന് ആലോചിച്ച് നോക്കൂ, അതിഭയങ്കരമായ കൊള്ളയും കൊള്ളിവെപ്പും കൊലപാതകവും നടക്കുന്നിടത്ത് ആൾക്കാർ എന്ത് ചെയ്യും? അവർക്ക് മറ്റു വഴികളില്ല. അവർ അതിശക്തമായിട്ട് പ്രതികരിക്കും. അത് വൈകാരികമായിരിക്കും, തികച്ചും വൈകാരികമായിരിക്കും. അത്തരം സംഭവങ്ങൾ ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ടാകും. അത് ശരിയാണെന്നല്ല, അതെല്ലാം സമാധാനത്തിൻ്റെ വഴിയെ അതിനെ കൊണ്ടുവരികയാണ് വേണ്ടത്. അതിന് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ ഈ ചിന്മോയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഈ കൊടികൾ, അവിടുത്തെ ബംഗ്ലാദേശ് കൊടികൾക്ക് നേരെ ഇന്ത്യക്കാരും വലിയ രീതിയിലുള്ള അതിക്രമം നടത്തുന്നു. അതോടൊപ്പം തന്നെ ഒരു ആള് ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വക്കീൽ, ഒരു അഡ്വക്കേറ്റ് മരണപ്പെടുകയും ചെയ്തു. ഇംതിയാസ് എന്തോ അലിന്നോ അങ്ങനെ എന്തോ ഒരു പേര്, അലി ഒരു മരണപ്പെടുകയും ചെയ്തു. അതിന് പിന്നാലെയാണ്, അതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഇന്ത്യൻ പതാക അവഹേളിക്കുന്ന, അതിൻ്റെ മുകളിൽ കയറി നിന്ന് കുറേ അതിക്രമങ്ങളൊക്കെ കാണിക്കുന്ന വീഡിയോസൊക്കെ പുറത്തു വരുന്നത്. അല്ലേ, ഈ പ്രോസിക്യൂട്ടർ ആണ് മരിച്ചു എന്ന് പറയുന്നത്. അത് കല്ലേറിലാണ് മരിച്ചതെന്നാണ് പറയുന്നത്. അതുപോലെ ഇദ്ദേഹത്തിന് വേണ്ടി ഹാജരാകാൻ വന്ന, ഈ ചിന്മോയ് കൃഷ്ണദാസിന് വേണ്ടി ഹാജരാകാൻ വന്ന വക്കീലിനെ, അഭിഭാഷകനെയും ആക്രമിച്ചതായിട്ട് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ജനങ്ങൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഒരുമിച്ച് കൂടി വലിയ എന്താ പറയുക, ഒരു മോബ് പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് ആരെങ്കിലും ഒന്നോ രണ്ടോ പേര്, അത് അവിടെ ബംഗ്ലാദേശി പൗരന്മാരാണ്, അവർ ഇന്ത്യക്കാരല്ല, അവരവിടുത്തെ ന്യൂനപക്ഷങ്ങളാണെന്നേ ഉള്ളൂ, ബംഗ്ലാദേശി പൗരന്മാരാണ്. ആ പൗരന്മാർ അവരുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സംഭവങ്ങളെ, അത് അവിടുത്തെ സർക്കാരാണ് അതിനെ നിയമം കൊണ്ട് കൈകാര്യം ചെയ്യേണ്ടത്. അവർ കുറ്റക്കാരാണെങ്കിൽ അവർക്കെതിരെ കേസെടുക്കണം, അവരെ അറസ്റ്റ് ചെയ്യണം, ഇതൊക്കെ ചെയ്യാം. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണകൂടങ്ങളൊക്കെ മതത്തിന് കീഴെ വരുന്നതിൻ്റെ, അല്ലെങ്കിൽ മതമാണ് അവരെ ഭരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരം കുഴപ്പങ്ങളുണ്ടാകുന്നത്? അതെ, ഭരണകൂടങ്ങൾക്ക് മേൽ മതം. ഇപ്പോൾ ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ
ജനാധിപത്യ സംവിധാനം വലിച്ചു ദൂരെ കളഞ്ഞിട്ട് അവിടെ ഒരു മതരാഷ്ട്രമാക്കി ബംഗ്ലാദേശിനെ മാറ്റണം, അവിടെ ശരീഅത്ത് കൊണ്ടുവരണം. ഇതിനു വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭമാണ് അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. അത് ബംഗ്ലാദേശികൾ പൊതുവേ സമാധാനപ്രിയരാണ്. അവർ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് എങ്ങും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല മുമ്പ്. പക്ഷേ ഇപ്പോൾ അതല്ല. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗം വലിയ തോതിൽ അവിടെ അക്രമം അഴിച്ചുവിടുകയാണ്. അതിന് പട്ടാളത്തിൻ്റെ പിന്തുണയുണ്ട്, അതിന് ഭരണകൂടത്തിൻ്റെ പിന്തുണയുണ്ട്. ഇതാണ് ബംഗ്ലാദേശിലെ പ്രശ്നം. അവിടുത്തെ ഭരണകൂടവും പട്ടാളവും നിയമ സംവിധാനവും എല്ലാം നിഷ്പക്ഷമായി കുറ്റവാളികൾക്കെതിരെ അല്ല നടപടിയെടുക്കുന്നത്, നിരപരാധികളെയാണ് ക്രൂശിക്കുന്നത്. ഇതാണ് ബംഗ്ലാദേശിലെ സ്ഥിതി കൂടുതൽ വഷളാക്കുന്നത്. എന്തായാലും ഇത് ഒരുപാട് നാളൊന്നും ഇങ്ങനെ പോകാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഇത് ലോകരാഷ്ട്രങ്ങൾ ഇടപെടും. തൊട്ടയൽവക്കത്ത് ഉള്ള രാഷ്ട്രമെന്നുള്ള നിലയ്ക്ക് ഇന്ത്യക്ക് ഇടപെടാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ ഡോക്ടർ കാണിച്ചതുപോലെ ഒരു മാതൃക, അദ്ദേഹം വേറെ ബഹളത്തിനൊന്നും പോയില്ല. വരുന്നവർ ഇന്ത്യൻ പതാകയെ വന്ദിക്കണം, വന്ദിച്ചിട്ട് എൻ്റെ ക്ലിനിക്കിലേക്ക് കയറുക, ഞാൻ ചികിത്സിച്ചോളാം. അല്ലാത്തവർക്ക് ചികിത്സയില്ല. വളരെ എന്താ പറയുക, നിസ്സഹകരണത്തിൻ്റെ മാർഗം. വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഭരണകൂടങ്ങൾക്ക് മേലെ മതം വന്നിട്ട് അതിപ്രസരം കാണിക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഭരണകൂടത്തെ മതം നിയന്ത്രിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ശരിയാണ്. നമുക്ക് എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കാം.